JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിലേക്കുള്ള സഞ്ചാരം. രാഹുവും ശുക്രനും മാത്രം നിൽക്കുന്ന കുറേ ദിവസങ്ങളുണ്ട്. ആ ദിവസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് തുലാൻ രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും അതുപോലെ വൃശ്ചികൻ രാശിക്കൂറുകാർ, ഈ 2 രാശികളെ സംബന്ധിച്ചുള്ള ഫലമാണ് പറയുന്നത്. ശുക്രൻ ജനുവരി 28 മുതൽ മെയ് 31 വരെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ പല സമയങ്ങളിലായി സൂര്യനും ബുധനും ശനിയും ഇവരെല്ലാം തന്നെ ശുക്രനോട് യോഗം ചെയ്തു പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. നിലവിൽ രാഹു മീനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ മീനൻ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ശുക്രനും രാഹുവും ചേർന്നുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ജനുവരി 28 മുതൽ ഫെബ്രുവരി 27 വരെ മറ്റ് ഗ്രഹങ്ങളൊന്നും ശുക്രനോടൊപ്പം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മാത്രം ഫലം പറയാം എന്ന് വിചാരിച്ചത്. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സുഖ സൗകര്യങ്ങളോടെ ആഡംബര ജീവിതത്തിന് വേണ്ടുന്ന വീട്, വാഹനം, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ധനം, പദവി, ഉദ്യോഗം, സൗന്ദര്യം, പ്രണയം തോന്നുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയ എല്ലാ സുഖവും ശുക്രൻ നൽകാറുണ്ട്. ഇങ്ങനെ ശുക്രൻ്റെ നല്ല ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ജാതകത്തിൽ അനുകൂലമായി നിൽക്കണം. അതുപോലെ ദശാപകാര കാലങ്ങളും അനുകൂലമായിരിക്കണം. ഫെബ്രുവരി 27 വരെയുള്ള ഫലം പറയുമ്പോൾ മറ്റ് രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവസ്ഥ കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഫലം പൂർണ്ണമാകത്തുള്ളൂ. കാരണം ശുക്രനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നിൽപ്പുണ്ട്. അവരുടെ ഫലം കൂടി പറയേണ്ടി വരും. മീനൻ രാശിയിലെ ശുക്രനും രാഹുവും മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റ് രാശികളിലാണ്. തുലാൻ രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ ശുക്രനും രാഹുവും 6ാം ഭാവത്തിൽ നിൽക്കുകയാണ്. സാധാരണയായി 6ൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ ദോഷഫലത്തെയാണ് സാധാരണ സൂചിപ്പിക്കുന്നത്. രോഗം, ശത്രുത, കള്ളന്മാരുടെ ശല്യം, ഇങ്ങനെയൊക്കെയുള്ള ഫലം പറയുക. ഇവിടെ ചില പ്രത്യേക സാഹചര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, 6ൽ നിൽക്കുന്ന ശുക്രൻ ഉച്ചരാശിയിലാണ് എന്നത്. രണ്ടാമത്തേത്, തുലാൻ രാശിക്കാരുടെ ജന്മരാശാധിപനാണ് ശുക്രൻ. അപ്പോൾ ജന്മരാശാധിപനാണ് 6ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചില മെച്ചങ്ങളൊക്കെയാണ്. ശുക്രൻ്റെ ദോഷഫലം ഇവിടെ വലുതായിട്ട് ഉണ്ടാവുകയില്ല എന്നതാണ് ഏറെ പ്രധാനം. അതുകൊണ്ട് തന്നെ മറ്റ് ചില സവിശേഷതകൾ കൂടി ഈ പറയുന്ന തുലാൻ രാശിക്കാർക്ക് മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഉണ്ടാകും. ഒരു തരത്തിൽ വിപരീത രാജയോഗം എന്ന് വേണമെങ്കിലും പറയാം. അതായത് അഷ്ടമാധിപത്യമാണ് ശുക്രനുള്ളത്. അഷ്ടമാധിപത്യമുള്ള ശുക്രൻ 6ാം ഭാവത്തിലും 6ാം ഭാവാധിപനായ വ്യാഴം അഷ്ടമത്തിൽ. ഇതാണ് ആ സവിശേഷത. ഈ 6, 8, 12 ഭാവാധിപന്മാരെ കൊണ്ട് അവർ പരസ്പരം 6ാം ഭാവാധിപൻ 8ലോ 12ലോ നിൽക്കുക, 12ാം ഭാവാധിപൻ 6ലോ 8ലോ നിൽക്കുക, 8ാം ഭാവാധിപൻ 12ലോ 6ലോ നിൽക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന ചില സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില യോഗങ്ങളെ പറയുന്നുണ്ട്. 6, 8, 12 ഭാവാധിപന്മാരെ കൊണ്ട് ഹർഷയോഗം, സരളയോഗം, വിമലയോഗം, ഇങ്ങനെയൊക്കെയുള്ള ചില യോഗത്തെ പറയും. അതിന് വിപരീത രാജയോഗം എന്നൊക്കെ പറയാറുണ്ട്. ഇത് സാധാരണയായി ജാതകത്തിലാണ് പറയുന്നതെങ്കിലും ഇപ്പോഴുള്ള സഞ്ചാരമനുസരിച്ച് ഈ കാലയളവിൽ ഹർഷ, സരള യോഗങ്ങൾ 6, 8 ഭാവാധിപന്മാരെ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വിപരീത രാജയോഗം എന്ന് പറഞ്ഞതുകൊണ്ട് ദോഷങ്ങൾ മാറി ഗുണമുണ്ടാകും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം 6, 8, 12 ശുഭഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നല്ല ഫലം ചെയ്യില്ല, ദോഷഫലമേ ചെയ്യൂ. അങ്ങനെയുള്ളപ്പോൾ 6, 8, 12 ഭാവാധിപന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാശി മാറി നിൽക്കുന്നതിനെയാണ് വിപരീത രാജയോഗം എന്ന അർത്ഥത്തിൽ പറയുന്നത്. അതായത് വിപരീതമായ ഫലം ലഭിക്കുന്നു എന്നാണ്. ദോഷഫലം മാറി ഗുണഫലമുണ്ടാകുന്നു എന്ന് ചുരുക്കം. 6ാം ഭാവത്തിലെ രാഹു ഇതുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. കാരണം രാഹുവും ശുക്രനോടാണല്ലോ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹു ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. അത് അലർജി, ഗർഭാശയ മൂത്രാശയ രോഗങ്ങൾ, ഇതൊക്കെയാണ് രാഹുവിനെ കൊണ്ട്. സാധാരണ സ്കിൻ അലർജിയാണ് കൂടുതലും രാഹു ഉണ്ടാക്കുന്നത്. വ്യാഴവും ശുക്രനും അനുകൂല ഭാവത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഗുണം ചെയ്യും. കാരണം 8ൽ വ്യാഴം ബന്ധനവും രോഗവും ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യോഗകാരകനാണ്.
അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ആരോഗ്യം മെച്ചപ്പെടും, രോഗാവസ്ഥയ്ക്ക് കുറവുണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം. അതുപോലെ 6-ലെ ശുക്രനും വലിയ ദോഷം ചെയ്യത്തില്ല, അതും ഗുണമേ ചെയ്യും. കാരണം 6-ാം ഭാവം എന്ന് പറയുമ്പോൾ രോഗം, ശത്രു, കള്ളൻ എന്നൊക്കെയാണ്. അപ്പോൾ ശത്രുതാപരമായ പെരുമാറ്റം ഉണ്ടാകുക, ശത്രുക്കളുടെ ഉപദ്രവം വരിക, എന്തെങ്കിലുമൊക്കെ നഷ്ടം വരിക, കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയാണ് സാധനം പറയുന്നത്. ഇവിടെ വിപരീത രാജയോഗം ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഗുണമേ ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യൻ 4-5 ഭാവങ്ങളിലായി നിൽക്കുന്നത് ഗുണം ചെയ്യത്തില്ല. അത് സൂര്യൻ പ്രത്യേകമായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. മൂലക്ഷേത്രമായതുകൊണ്ട് ഒരല്പം മെച്ചമൊക്കെ ഉണ്ടാകാം. ഭാഗ്യസ്ഥാനത്ത് 9-ൽ നിൽക്കുന്ന ചൊവ്വ 2-7 ഭാവാധിപന്മാരാണ്. തടസ്സപ്പെട്ട് കിടന്ന വിവാഹാദി കാര്യങ്ങൾക്കും ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കുമൊക്കെ മെച്ചമുണ്ടാകും. കാരണം 2-7 ഭാവാധിപൻ 9-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. അതുകൊണ്ട് അപ്പോൾ 7-ാം ഭാവം കളത്രസ്ഥാനമായതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ചൊവ്വയാണല്ലോ, ചില അഭിപ്രായ വ്യത്യാസം കൊണ്ടോ പിണക്കം കൊണ്ടോ അകന്നു മാറി നിന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ അകൽച്ചയൊക്കെ ഒന്ന് മാറാനും ആരെങ്കിലും മൂലം ഏതെങ്കിലുമൊക്കെ കോംപ്രമൈസിലെത്തി അതൊക്കെ ഒന്ന് യോജിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരും എന്നാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഭൂമി സംബന്ധമായ കാര്യമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭൂമി ഇടപാടുമായിട്ട് 7-ാം ഭാവത്തിലായതുകൊണ്ട് ഭാര്യയുടെ ഷെയറിനെ സംബന്ധിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്ന ഭൂമി ആണ് മാർഗസ്ഥാനം കൂടെ, ഏതെങ്കിലും തരത്തിൽ ഒരു ഭൂമി കച്ചവടം നടത്തി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കാം എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പലതും വരും ഭൂമി സംബന്ധമായിട്ട്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും വരുന്നതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുകൂലമായി വരാം എന്നുള്ളതാണ് അത് മെച്ചമായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ നോക്കുമ്പോൾ ബുധൻ ഫെബ്രുവരി 11 വരെ 4-ൽ സഞ്ചരിക്കുന്നത് ധനലാഭവും ബന്ധുസഹായവും കുടുംബക്കാരുടെ സഹായവും സഹകരണവും യുവജനങ്ങൾക്ക് വിജയപ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. മിക്ക ഗ്രഹങ്ങളും അനുകൂലമല്ലാതെയാണ് ഈ രാശിക്കാർക്ക് നിൽക്കുന്നത്. വ്യാഴത്തിനും ശുക്രനും വിപരീത ഗുണം ലഭിച്ചതുകൊണ്ട് ദോഷം കുറഞ്ഞ് കുറേയൊക്കെ മെച്ചമുണ്ടാകും എന്ന് വിചാരിച്ച് ഒരുപാടങ്ങ് മെച്ചമുണ്ടാകും എന്ന് പറയാനും പറ്റില്ല. ഇനി വൃശ്ചികൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട, ഈ രാശിയാണല്ലോ വൃശ്ചികൻ രാശി. ശുക്രൻ്റെ പൊതുവായ ചില ഫലങ്ങൾ ഉച്ചരാശിയിൽ വരുമ്പോൾ ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പൊതുഫലമായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് 5-ലെ ശുക്രനാണ്. ശുക്രനോടൊപ്പം രാഹുവും നിൽക്കുന്നുണ്ട്. 5-ാം ഭാവം മനസ്സ്, അറിവ്, സന്താനങ്ങളെ, പൂർവ്വപുണ്യം, ദേവന്മാർ എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വിദ്യാഭ്യാസമോ ജോലിയോ ഉപരിപഠനമോ വിവാഹമോ ഏതാണോ ഓരോ പ്രായമനുസരിച്ച് വേണ്ടത് അതിന് അനുകൂലമായ സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ ഉണ്ടാകും. പൂർവ്വപുണ്യം എന്നതുകൊണ്ട് മുൻപ് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. 5-ാം ഭാവാധിപനായ വ്യാഴം 7-ലും 7-ാം ഭാവാധിപനായ ശുക്രൻ 5-ൽ ഉച്ചത്തിലും വരുന്നതിന് പരിവർത്തന യോഗം എന്നാണ് സാധാരണ പറയാറുള്ളത്. കാരണം 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുക, 7-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുക. അതായത് സന്താനങ്ങൾക്ക് ജീവിത പുരോഗതിക്ക് വേണ്ടിയുള്ള ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. 7-ാം ഭാവം മാർഗസ്ഥാനം കൂടിയാണല്ലോ. അതുപോലെ പങ്കാളിയെ സൂചിപ്പിക്കുന്നതാണ്. പ്രണയം മൂലം വിവാഹിതരാകാൻ കഴിയാതിരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. 5-ലെ രാഹു എന്ന് പറഞ്ഞാൽ പ്രണയത്തെ സൂചിപ്പിക്കുന്നതാണ്. 5-ാം ഭാവം മനസ്സാണ്, രാഹു പ്രണയത്തെ സൂചിപ്പിക്കുന്നതാണ്. ശുക്രനും അതുപോലെ തന്നെ പ്രണയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് അപ്പം മനസ്സിൽ പ്രണയവും പ്രേമവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വിവാഹാദി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന അത്തരം ആൾക്കാർക്ക് 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യവും സമയവുമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിനും തടസ്സം വരിക എന്നാണ് അതിൻ്റെ ഒരു ഫലം. കാരണം ഇവിടെ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഓരോ രാശിക്കാർക്കും ചില ഗ്രഹങ്ങൾ ഗുണമായിട്ട് വരാം, ചിലത് ദോഷമായിട്ട് വരാം. ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോഴേ ഫലത്തിൻ്റെ ഒരു ആകത്തുക നമുക്ക് ലഭിക്കുകയുള്ളൂ. 2-ൽ ചൊവ്വ നോക്കുന്നതും നല്ലതല്ല. അതായത് സാമ്പത്തിക വിഷയത്തിൽ തർക്കം വരാം, കുടുംബത്തിൽ ഭിന്നത വരാം, സംസാര രീതി വെട്ടൊന്ന് മുറി 2 എന്നുള്ള ഒരു അവസ്ഥയിലാകാം. അതാണ് ഈ 2-ാം ഭാവത്തിലെ ചൊവ്വ. ചൊവ്വ പ്രതിരോധ
പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്തോത്തിനും പ്രതിരോധിക്കുക, എന്തിനേയും തടയുക, എന്തിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ വിഷയങ്ങൾ വരാം, അതുപോലെ കുടുംബപരമായ ചില സ്വത്ത് തർക്കങ്ങളോ സാമ്പത്തിക വിഷയങ്ങളോ ഒക്കെ വരാം. അതുപോലെ സംസാര രീതിയും ഈ രണ്ടാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കും. അപ്പോൾ അതും ഇപ്പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത രീതിയാകുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതെ വരാം. അതുകൊണ്ട് ചിലപ്പോൾ ശസ്ത്രക്രിയയൊക്കെ ഉണ്ടാകാം. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ച കാര്യം. ഫെബ്രുവരി 12 വരെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി വിയോജിപ്പും കലഹവും ശത്രുതാ മനോഭാവവും വരാം. അതിനുശേഷം അതെല്ലാം മാറി സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ വരും. ആരോഗ്യ സംബന്ധമായ വിഷയത്തിന് സാധ്യത കൂടുതലാണ്. 8-ലെ ചൊവ്വ പങ്കാളിക്കുണ്ടാകുന്ന വിഷമതയെയും അതുപോലെ തോള്, കഴുത്ത്, കയ്യ് എന്നീ ഭാഗങ്ങളിലെ പ്രശ്നങ്ങളുമൊക്കെ സൂചിപ്പിക്കാറുണ്ട്. തൊണ്ടയ്ക്ക് വേദന, ടോൺസില്, തൈറോയിഡ്, ഇതെല്ലാം തൊണ്ടയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തൊണ്ട, കഴുത്ത്, തോള് ഇതാണ് ഈ മിഥുനൻ രാശിയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളവർ. പിന്നെ 4-ലെ ശനി കണ്ടക ശനിയായിട്ട് തന്നെ തുടരുകയാണ്. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമല്ല. പിതാവിനോ പിതൃതുല്യരായവർക്കോ ഫെബ്രുവരി 13 മുതൽ നല്ല സമയമല്ല എന്നുള്ളതാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രനും വ്യാഴവും ഗുണഫലം ചെയ്യും. ശനി അത്ര മെച്ചമോ അത്ര മോശമോ അല്ല, മൂലക്ഷേത്രമാണ്. അതുകൊണ്ട് ചെറിയ കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ചൊവ്വ ഗുണവാനല്ല. സാമ്പത്തികം, സുഖസൗകര്യങ്ങൾ, മികച്ച ഭക്ഷണം, ബന്ധുക്കളുടെ ഒത്തുചേരൽ, ഈശ്വരാധീനം എന്നിവയൊക്കെ ഈ വൃശ്ചികൻ രാശിക്കാർക്കുണ്ടാകും. മോശമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൃശ്ചികൻ രാശിക്കാർക്ക് മെച്ചപ്പെട്ട ഒരു സമയമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. കാരണം ദോഷവും ഗുണവും ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത. അതായത് ഇരുട്ടിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് കയ്യിലൊരു ടോർച്ച് ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ഗുണം ചെയ്യുമോ അതുപോലെ തന്നെ